വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒഴിവാക്കണമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടപ്പോഴാണ് പ്രതികരിച്ചത്. രണ്ട് സമുദായങ്ങളിലെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. ഈ സമുദായ നേതാക്കന്മാരില്ല, സമുദായത്തിനെ ഒന്നിച്ച് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല, ഒഴിവാക്കണം. അത് ഒഴിവാക്കണം ഒരേ വാചകം കൊണ്ട് കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഒരു വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു നാടാണ്. അതിലൊരു വേറിട്ട ചിന്ത വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. എനിക്ക് അതിൽ കൂടുതൽ അതൊക്കെ അവര് തീരുമാനിക്കുന്നത്, സംഘടനയിലെ തീരുമാനിക്കുന്നത്, നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹം പരാമർശം സമുദായത്തിന്റെ ഇടയിൽ ഒരു പ്രശ്നം വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സമൂഹത്തെ വർഗീയമായി വേർതിരിക്കുന്നത് ശരിയല്ല. എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. അത് തുടരാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കേണ്ടത്. ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും വർഗീയതയ്ക്കെതിരെ നിലപാടുള്ളവരാണ്. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയത് സാന്ദർഭികം മാത്രമാണെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചടങ്ങിന് അനുയോജ്യമായതുകൊണ്ടായിരിക്കാം അത്തരം പരാമർശം നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. സമുദായ നേതാവ് സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അവർക്ക് അദ്ദേഹം പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം വർഗീയത സ്ഥിരമായി പറഞ്ഞുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നത് ശരിയാണോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യരുത് എന്നുള്ള മാത്രമേ പറഞ്ഞുള്ളൂ. ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങൾക്കും എതിരായി, ആ സമുദായത്തിനെതിരായി ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനനുസരിച്ച് പ്രതികരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.